നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അതെങ്ങനെയാ വേറൊരാള് രാധികച്ചിയുടെ കഴുത്തിൽ താലി കിട്ടുക? ചേച്ചിയുടെ കഴുത്തിൽ വരുന്നായിട്ടും താലി കിട്ടുകയല്ലേ? ഇന്നലെ തന്നെ വിവരം പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ തിരിച്ചു പോകില്ലായിരുന്നോ? നമ്മൾ കൂടി നിന്ന് നന്നായി നടത്തി കൊടുക്കേണ്ട ചടങ്ങല്ലേ അത്. ഇപ്പോഴേ ഇവളുടെ വീട്ടുകാരെന്താ നമ്മളെ കുറിച്ച് കരുതുക? ഇവള് നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞിട്ടും നമ്മളെ തിരിഞ്ഞു നോക്കിയില്ലെന്നല്ലേ? കണിമംഗലത്തുകാരെ കുറിച്ച് എന്തെങ്കിലും ബഹുമാനം അവർക്ക് ബാക്കിയുണ്ടാവോ? പ്രിയങ്ക ചെയ്തതിനെല്ലാം ന്യായീകരിക്കാൻ ശ്രമിച്ചതിന് കിട്ടിയ കൂലിയാണിത്. അല്ല, വല്യമ്മയ്ക്കും മുത്തശ്ശിക്കും തൃപ്തിയായില്ലേ? അമ്മയും മുത്തശ്ശിയും ക്ഷമിക്കണം. കുറെ കാലമായില്ലേ കണിമംഗലത്ത് നിന്ന് എല്ലാരും ദൂരയാത്രയൊക്കെ പോയിട്ട്. മാത്രല്ല ഈ യാത്ര കൊണ്ട് ഏറ്റവും നല്ലത് സംഭവിച്ചത് ഏട്ടന്റെയും ഏട്ടത്തിയുടെയും ജീവിതത്തിലാ. അവര് മനസ്സറിഞ്ഞ് യാത്ര ആഘോഷിക്കുന്നത് കണ്ടപ്പോ അത് പെട്ടെന്ന് ഇല്ലാതാക്കണ്ടെന്ന് തോന്നി. അതുകൊണ്ടാ. അല്ലാതെ എന്റെ ചേച്ചിയുടെ വിവാഹത്തിൽ നിന്ന് മാറി നിൽക്കാൻ എനിക്ക് തോന്നുവോ? പത്മിനി, അറിയിക്കാൻ വൈകിയത് ഇവളുടെ തെറ്റ്. അറിഞ്ഞാൽ ഉടനെ പുറപ്പെടുക എന്നുള്ളതാ നമ്മൾ ചെയ്യേണ്ട കാര്യം. അതെ അമ്മേ, എല്ലാം മതിയാക്കി നമുക്ക് തിരിച്ചു പോവാം. ബിജു, കുറച്ച് വേഗതയിൽ പോയാ നമുക്ക് സമയത്ത് അവിടെ എത്താൻ പറ്റില്ലേ? അത് നോക്കാം. ഓ, ഇനി എന്തിനാ അങ്ങോട്ട് കെട്ടിപ്പറക്കി പോകുന്നേ? പ്രിയങ്കയ്ക്ക് ഇഷ്ടമല്ലാത്ത കാര്യത്തിന് നമ്മൾ ആരും പോകുന്നില്ല. ഏയ്, അങ്ങനെ പറയാതെ കൽപ്പന. അവള് ചെറിയ കുട്ടിയല്ലേ. അവളുടെ ഭാഗത്തുനിന്ന് ഒരു അബദ്ധം പറ്റി. വരുൺ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയതുപോലെ നമ്മളും പോയേ പറ്റൂ. എന്തായാലും ഞാനില്ല. നാണം കെട്ട് അവിടെ ചെന്ന് നിൽക്കാൻ ഞാനുമില്ല. വല്യച്ഛൻ തിരിച്ചു വന്നിട്ട് ആദ്യം ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. എന്നിട്ട് മതി ബാക്കിയെല്ലാം. വരാനും വരാതിരിക്കാനും എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഞാനും പത്മിനിയും സൂര്യയും പ്രിയങ്കയും കൂടി ആ ചടങ്ങിലേക്ക് പോവുക. വരേണ്ടവർക്ക് വരാം. പിന്നെ കുറ്റപ്പെടുത്താനുള്ള തെറ്റ് അവൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനിടയില് നല്ലൊരു മനസ്സോടെ അവള് ചിന്തിച്ചു നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്. അത് കാണാതെ പോവരുത്. മോളെ, നമുക്ക് പോവാം. അവിടെ ചെന്ന് പറ്റിയ അബദ്ധം അച്ഛനോട് മോള് തന്നെ പറഞ്ഞാ മതി. അവരുടെ മനസ്സിൽ വിഷമമില്ലാതിരിക്കുമല്ലോ. ആ ബിജു, പെട്ടെന്ന് പുറപ്പെടാൻ നോക്ക്. നിങ്ങൾ വന്നോളൂ. ഞാൻ അവിടെ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ എന്തായി നോക്കട്ടെ. വാ മോളെ. എന്തിനാണ് ഇങ്ങനെ മുഖം വീർപ്പിച്ച് നടക്കുന്നേ? ചേച്ചി, ചേച്ചി ആരാ കല്യാണം കഴിയുമ്പോന്ന്? കല്യാണ ചെക്കൻ ഇപ്പൊ വരും. ചെക്കന് സ്വീകരിക്കേണ്ടത് നന്ദൂട്ടനാണ്. നന്ദൂട്ടനല്ലേ ചേച്ചിയുടെ ആങ്ങളയുടെ സ്ഥാനം. അതെങ്ങനെയാ വേറൊരാള് രാധികച്ചിയുടെ കഴുത്തിൽ താലി കിട്ടുക? ചേച്ചിയുടെ കഴുത്തിൽ വരുന്നായിട്ടും താലി കിട്ടുകയല്ലേ? താലി കിട്ടിയ ആളല്ലേ ഭർത്താവ്. അപ്പൊ ചേച്ചി വരുന്നായിട്ടിന്റെ ഭാര്യയല്ലേ? എടാ ചെറുക്ക,
ആവശ്യമില്ലാത്ത ഓരോ ചോദ്യങ്ങള് ആരുടെ മുന്നിൽ എഴുന്നള്ളിക്കാൻ നിൽക്കണ്ട. നോവ് ഞാൻ പിഴുതെടുത്ത് കളയും. വരുണിന്റെ ഭാര്യ പ്രിയങ്കയാ. അതിപ്പോ നീയായിട്ട് തിരുത്തണ്ട. അത് മുത്തശ്ശി മിണ്ടരുതെന്നാ പറഞ്ഞത്. കല്യാണം കാണാനേ ഇരിക്കുന്നെങ്കിലേ അടങ്ങി ഒതുങ്ങി ഒരു മൂലയ്ക്ക് ഇരുന്നോണം കേട്ടോടാ. മോന് രാധിക ചേച്ചി ഇഷ്ടമല്ലേ? ചേച്ചിയുടെ ജീവിതത്തില് ഒരു നല്ല കാര്യം നടക്കാൻ പോവാ. ചേച്ചിയെ കല്യാണം കഴിക്കാൻ വരുന്ന ആളെ മോന് നല്ല ഇഷ്ടാവും. മോൻ ആവശ്യമില്ലാത്തൊന്നും വിളിച്ചു പറയല്ലേ. ഓർമ്മയുണ്ടോ യശോദേ നിനക്ക്? പ്രിയങ്കയുടെ കല്യാണം നടക്കുമ്പോ ആ മണ്ഡപത്തിൽ വെച്ച് പെണ്ണ് മാറിപ്പോയിന്ന് വിളിച്ചു പറഞ്ഞവനാ. രാധികേച്ചല്ലേ വരുൺ ചേട്ടനെ കല്യാണം കഴിക്കുന്നത്? പിന്നെന്തിനാ പ്രിയങ്കേച്ചി കൂടെ പോന്നെ? അതേ പെണ്ണ് മാറിപ്പോയി. ആ പയ്യൻ എന്താ പറഞ്ഞത്? ഈ കുരുത്തം കെട്ടവനെ എന്തിനാ വിളിച്ചേ? ഇനി ഞാൻ ആരോടൊന്നും പറയില്ല. പക്ഷെ രാധിക ചേച്ചിയുടെ കല്യാണം കാണിക്കരുതെന്ന് മാത്രം പറയരുത്. നന്ദോട്ടാ, മോനൊന്നും പറയണ്ട. എന്ത് നടന്നാലും അത് കണ്ടോണ്ട് നിന്നാ മതി. ആരുടെ കയ്യിൽ നിന്നും വഴക്ക് വാങ്ങിക്കരുത്. ചേച്ചി യശോദേ, ഈ കള്ളച്ചെറുക്കനെ സൂക്ഷിച്ചോ. വിഷം ഇത്തിരി മതി ആള് ചാവാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.